സർ, നമ്മൾ എല്ലാ മേഖലയിലുള്ള സ്ട്രെസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു പ്രതിവിധി എന്താണ് സർ? നമുക്ക് എല്ലാ മേഖലകളെയും നമ്മൾ എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം, ജീവിത സമ്മർദ്ദം ഒരു റിയാലിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഒരു ജോലി, നമ്മുടെ കൂടെ ഉള്ള സഹപ്രവർത്തകരുടെ അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ കഴിവതും കുറയ്ക്കാൻ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ സ്ട്രെസ് തീർച്ചയായിട്ടും അത്യാവശ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ജീവിതത്തിലെ വിജയത്തിനായിട്ട് അത് വേണം. പക്ഷേ അമിത സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് അവിടെ മേലധികാരികൾ, അധ്യാപകർക്ക് വലിയ ചുമതലയുണ്ട്. ഒരു തൊഴിൽ സ്ഥാപനത്തിലാണ് തൊഴിൽ അധികാരികൾക്ക്, അവരുടെ ഓരോ സൂപ്പർവൈസേഴ്സിനെല്ലാം അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് കുടുംബനാഥന്മാർ ഈ കാര്യത്തിൽ വലിയൊരു ചുമതലയുണ്ട്. നമ്മളെപ്പോഴും ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അഭ്യസിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മൾ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്, കുട്ടികളും കൗമാരക്കാരുടെ കാലം മുതൽ അവരെ പ്രൊമോഷൻ ഓഫ് ലൈഫ് സ്കിൽസ്, ജീവിതം എങ്ങനെ നേരിടാം എന്നുള്ളതിൻ്റെ സ്കിൽസ് അവർ നേരിടാനായിട്ട് പഠിക്കണം. അപ്പോൾ അത് പല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ്. അതെന്ന് വെച്ചാൽ കാര്യങ്ങളെ വിമർശനാത്മകതയോടെ കാണാനും, പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ് രചനാത്മകമായിട്ട് കാണാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അവരെ പഠിപ്പിക്കണം. മൂന്നാമതൊരെണ്ണം എനിക്ക് പറയാനുള്ളത് ഡിസിഷൻ മേക്കിംഗ്. കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവരെ പഠിപ്പിക്കണം. ഏത് കരിയർ എടുക്കണം, ഞാൻ ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണോ, വേറെ ഏതെങ്കിലും പ്രൊഫഷനിൽ പോകണോ, അല്ലെങ്കിൽ PG ആയിക്കഴിഞ്ഞാൽ MA പോകണോ, ഏത് വിഷയം എടുക്കണം. ഇത് മറ്റുള്ളവർക്ക് വിടാതെ മറ്റുള്ളവർ അഡ്വൈസ് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. അതാണ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ പ്രോബ്ലം സോൾവിങ്. ഇതിന് ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ സ്വയം പരിശീലിക്കണം. നമ്മൾ ആദ്യമായി പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്ത് നമ്മൾ തീരുമാനം എടുത്തിട്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരോട് നമുക്ക് സമീപിക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമുക്ക് ഇപ്പോൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഇത് അതിനകത്ത് പെടുന്നതാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. പിന്നെ കോപ്പിംഗ് വിത്ത് എമോഷൻസ്. നമുക്ക് ചിലപ്പോൾ ഭയങ്കര തീവ്രമായ വികാരങ്ങളുണ്ടാവും. ചില ആൾക്കാർ നമ്മളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയോ ചെയ്തിരിക്കും. അത് വർക്ക് പ്ലേസിൽ എവിടെ വേണേലും വരാം. അപ്പോൾ അങ്ങനെയാണ് എമോഷൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെൽഫ് അവെയർനെസ്. ഞാൻ വലിയ ആളാണെന്നൊക്കെ ആൾക്കാർ പറയും നമ്മളെ പറ്റി. അപ്പോൾ അതിലൊന്നും നമ്മൾ വീഴാതെ, അത് നല്ല കാര്യങ്ങൾ ആൾക്കാർ പറയുകയാണെങ്കിൽ മോശമായിട്ടും ആൾക്കാർ പറയാം. പക്ഷേ നമ്മളെ പറ്റിയുള്ള നമ്മുടെ സെൽഫ് അവെയർനെസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എമ്പതി. നമ്മളെവിടെ ഉണ്ടെങ്കിലും ഏത് ജീവിത സാഹചര്യത്തിലും നമുക്ക് ആൾക്കാരോട് സഹാനുഭൂതിയോടെ പെരുമാറാനും അവരുടെ വിഷമതകൾ മനസ്സിലാക്കാനും മനസ്സിലാക്കി പ്രവർത്തിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് വളരെ കുറയും. നമ്മൾ വളരെ വേദന അനുഭവിച്ചിരിക്കുമ്പോൾ നമ്മളെക്കാൾ വേദനയുള്ളവരോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വേദനയുള്ള ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടാകും. ഗവൺമെൻറ്, പോളിസി മേക്കേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയും, സമൂഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഒരു പങ്കുണ്ട്. നമുക്ക് കൂട്ടായിട്ട് തീർച്ചയായിട്ടും ഈ സ്ട്രെസ്സിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ച് അതിനെ നേരിടാൻ നമുക്ക് ശ്രമിക്കാം.